വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട. സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ്, ഫ്ലഡ് ലൈറ്റ്സ്, സെൻസർ ലൈറ്റ്സ്, ഇൻഡക്ഷൻ വാൾ ലാമ്പ്, സ്പോട്ട് ലൈറ്റ്സ്, ഗാർഡൻ ലൈറ്റ്സ്, AI സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു. സ്റ്റീൽ ഹൗസ്, യത്തീംഖാന റോഡ്, BSNL ഓഫീസിന് സമീപം, ചെറുതുരുത്തി. പ്രസിദ്ധ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താൻ വിടവാങ്ങുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഹൃദയമുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനാണ് ആ വ്യക്തി. തനിക്ക് ജീവൻ തിരിച്ചു നൽകിയതിന് നന്ദി അറിയിക്കാൻ എല്ലാ വർഷവും ഡിസംബർ 6 പുലർച്ചെ വിളിക്കുമ്പോൾ മറുതലയ്ക്കൽ പ്രിയ ഡോക്ടർ ഉണ്ടാകില്ലെന്ന ദുഃഖത്തിലാണ് മുരളീധരൻ. ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താന്റെ മെഡിക്കൽ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വെള്ളറക്കാട് കോട്ടുമ്മൽ വീട്ടിൽ KD മുരളീധരനെ മാറ്റി നിർത്താൻ കഴിയില്ല. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹൃദയവാൽവ് ഘടിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് മുരളീധരൻ. വാൽവ് വികസിപ്പിച്ചതും ശസ്ത്രക്രിയ നടത്തിയതും ഡോക്ടർ MS വല്യത്താനും. ഒരു ഡോക്ടർ പിന്നെ രോഗിയും തമ്മിലുള്ള ബന്ധമല്ല ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ തൃശ്ശൂർ വന്നിരുന്നു. അപ്പോൾ സാർ എന്നെ വിളിച്ചു, ഞാൻ തൃശ്ശൂരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി തൃശ്ശൂർ പോയിട്ട് കണ്ടു, സാറിനെ കണ്ടു. പിന്നെ എപ്പോഴും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സാറിനെ കാല് തൊട്ടിട്ട് വന്നിക്കാറുണ്ട്. അപ്പോൾ സാർ കെട്ടിപ്പിടിക്കും. അപ്പം എങ്ങനെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അതേന്ന് പറയും. പിന്നെ സാറ് എപ്പോഴും പറയാറുള്ളത് സാറിൻ്റെ മാനസപുത്രനാണ് എൻ്റെ ഹാർട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നത്. 1990 ഡിസംബർ 6 ആ ശസ്ത്രക്രിയ. ഹൃദയ ശസ്ത്രക്രിയകളെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്ത കാലം. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്ന വാൽവായിരുന്നു ഹൃദയത്തിൽ ഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം ശ്രീചിത്രയിൽ വികസിപ്പിച്ച വാൽവ് ഘടിപ്പിക്കാൻ ആദ്യ പരീക്ഷണമായതിനാൽ ഭയം കൊണ്ട് രോഗികളും ബന്ധുക്കളും തയ്യാറായിരുന്നില്ല. ആ സമയത്താണ് 38 വയസ്സുള്ള മുരളീധരൻ വാൽവ് ഘടിപ്പിക്കാൻ സധൈര്യം സന്നദ്ധത അറിയിച്ചത്. ശ്രീചിത്രയുടെ സ്ഥാപക ഡയറക്ടറായ ഡോക്ടർ MS വല്യത്താൻ്റെ നീണ്ട നാളത്തെ ഗവേഷണത്തിനും പ്രയത്നത്തിനുമൊടുവിൽ വികസിപ്പിച്ചെടുത്ത ഹൃദയവാൽവ് അങ്ങനെ മുരളീധരൻ്റെ ഹൃദയത്തിൽ തുന്നിച്ചേർത്തു. മുരളീധരന് പിന്നാലെ നിരവധി പേർക്ക് ശ്രീചിത്രയിലെ വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ആദ്യത്തെ മാനസപുത്രനാണ് മുരളീധരൻ്റെ ഹൃദയത്തിലുള്ളതെന്ന് ഡോക്ടർ MS വല്യത്താൻ എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. മരണം വരെ മുരളീധരൻ്റെ ആരോഗ്യവിവരങ്ങൾ ഡോക്ടർ തിരക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സാറ്, ഇതൊന്ന് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ഇവിടെ പോയിട്ട് വരുന്ന നേരത്തെ എൻജിനീയർ ഉണ്ടായിരുന്നു കൂടെ, ഈ വാൾവ് ഉണ്ടാക്കിയ എൻജിനീയർ. അപ്പോൾ അങ്ങോര് പറഞ്ഞു കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ അവസാനം പറഞ്ഞു ഈ വാൾവ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഇതിനു വേണ്ടി ട്രൈ ചെയ്യരുത്. അപ്പോൾ സാറിൻ്റെ ഒരു വാശിയപ്പോൾ എന്നിട്ടാണ് ഈ ഇപ്പോൾ പുതിയ ആ ഡയഫ്രം ഉണ്ടാക്കിയത് സാർ. എന്നിട്ട് അതാണ് ഇപ്പോൾ വാൾവിൽ വെച്ചിരിക്കുന്നത്. ഫോറിൻ വാൾവ് എല്ലാവർക്കും പറ്റില്ല അത്ര, അത് തള്ളി പോകുന്നു. ഒരു 5-6 മാസം കഴിഞ്ഞാൽ അത് തള്ളി പോവാറുണ്ട് അത്ര. അങ്ങനെ ഞാൻ ഒരാളെ കണ്ടു. എന്നിട്ട് വാൾവ് തള്ളിപ്പോയതിൻ്റെ ശേഷം 2 പ്രാവശ്യം വെച്ചു അത്ര. എന്നിട്ട് തള്ളിപ്പോയതിൻ്റെ ശേഷം വീണ്ടും ചിത്ര വാൾവ് വെച്ച ഒരാളെ കണ്ടു. അയാള് എന്നോട് ചോദിച്ചു ഏത് വാൾവ് വെച്ചിരിക്കണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചിത്ര. ചിത്ര വാൾവ് നല്ലത് കേട്ടോ, ഇപ്പോൾ 3 മാസമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ 2 വർഷത്തിനുള്ളിൽ 250ഓളം വാൽവ് മാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. ലോകപ്രസിദ്ധ മെഡിക്കൽ ജേണലുകളിൽ വാൽവിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വന്നു. തുടർന്നാണ് വാൽവിന് വിശ്വാസ്യത കൈവരുന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ഹൃദയങ്ങളിൽ ശ്രീചിത്രയിലെ വാൽവ് സ്പന്ദിക്കുന്നു. തനിക്ക് പുതുജീവൻ നൽകിയ പ്രിയപ്പെട്ട ഡോക്ടറുടെ വേർപാട് മുരളീധരന് വിശ്വസിക്കാനായിട്ടില്ല. ഡോക്ടറെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മണിപ്പാലിലായതിനാൽ കഴിയാത്ത സാഹചര്യമാണ്. എന്നിരുന്നാലും ഹൃദയത്തുടിപ്പിൽ
എപ്പോഴും പ്രിയ ഡോക്ടർ ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് മുരളീധരൻ. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.